അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാറാൻ ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ. ഒരുപാട് പേര് വലിയ പ്രയാസത്തിലാണ്, പ്രത്യേകിച്ച് വലിയ ഭാരമുള്ള കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ, അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡായ ജോലിയില്ല, വരുമാനമില്ല, അങ്ങനെ മക്കളെ പോറ്റണം, അങ്ങനെ നഷ്ടങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകൾ. അങ്ങനെ പ്രയാസപ്പെടുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മാറ്റാൻ പറ്റും. പ്രത്യേകിച്ച് കുടുംബപരമായ പ്രശ്നങ്ങൾ, വിഷമങ്ങൾ എല്ലാം നീക്കം ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗ് ഓഫർ സമയം, ഒരു ടൈം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെക്കുന്നുണ്ട്. അതാണ് കയറി വരുന്ന പരിശുദ്ധമായ പുണ്യമായ റജബ് മാസം. പ്രത്യേകിച്ച് റജബിന്റെ ആദ്യ രാവ് മുതൽ പ്രിയപ്പെട്ടവരെ ഒരു പ്രയാസമില്ല. ഖുർആനിൽ ഒരു പരിശുദ്ധമായ സൂറത്ത്, കുഞ്ഞു സൂറത്താണ്, നമുക്കൊക്കെ മനപ്പാടുള്ള സൂറത്താണ്. ആ പരിശുദ്ധമായ സൂറത്ത് ഒരു 3 വട്ടം നമ്മുടെ വീട്ടിൽ വെച്ച് ഓതാൻ നമുക്ക് തടസ്സമുണ്ടോ? പ്രയാസമുണ്ടോ? ഒന്നുമില്ല. അത് നമ്മളൊന്ന് പതിവാക്കി നോക്കി. പരിശുദ്ധമായ റജബ് മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് പ്രത്യേക ഫള് കൊടുക്കുന്നുണ്ട്. ഈ പരിശുദ്ധമായ സൂറത്ത് റജബിൽ ഓതുന്നതിന്റെ മഹത്വം എന്താ? റജബും ഇതുമായിട്ട് എന്താ ബന്ധം? ഈ സൂറത്ത് റജബ് മാസത്തിൽ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഉമ്മാന്റെ കഥ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് തങ്ങൾ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഉമ്മ റജബ് മാസം വന്നാൽ 12 തവണ ഈ കുഞ്ഞു സൂറത്ത് പാരായണം ചെയ്യും. അതങ്ങനെ പതിവായിരുന്നു. ഒരു വേള ഈ ഉമ്മ റജബ് മാസത്തിൽ രോഗിയായി. അങ്ങനെ രോഗം മൂർച്ഛിച്ചു. മോനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അല്ലയോ പൊന്നുമോനെ, ഞാൻ മരിച്ചാൽ ഞാൻ ഇബാദത്തെടുക്കുന്ന എൻ്റെ വസ്ത്രം ഉണ്ടല്ലോ, ആ വസ്ത്രത്തിൽ തന്നെ എന്നെ കഫൻ ചെയ്യണം. വേറെ കഫൻ തുണി വേണ്ട. എൻ്റെ ഈ മുബാറക്കായ നമ്മൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പം നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന, പലപ്പോഴും ഉംറ ചെയ്തിട്ടുള്ള ഇഹ്റാമിൻ്റെ വസ്ത്രം, പ്രത്യേകിച്ച് ഉമ്മമാര് അവരൊരുപാട് കാലം നിസ്കരിച്ച നിസ്കാരക്കുപ്പായം, അതിനൊക്കെ പ്രത്യേകമായി ഒരു പോലീശയും പറക്കത്തുണ്ടാകും. അപ്പം അതിൽ കഫൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പലരും വസിയ്യത്ത് ചെയ്യുന്നുണ്ട്. ഈ ഉമ്മ അങ്ങനെ വസിയ്യത്ത് ചെയ്തു, മോനെ, എൻ്റെ റജബിൽ ഞാൻ ഇബാദത്ത് സജീവമാക്കിയിരുന്ന ഈ വസ്ത്രം, പഴയ വസ്ത്രം, അതിൽ തന്നെ എന്നെ കഫൻ ചെയ്താൽ മതി. അങ്ങനെ ഉമ്മ റജബിൽ മരണപ്പെട്ടു. ആ ഉമ്മാനെ ഈ പഴയ വസ്ത്രത്തിൽ കഫൻ ചെയ്യാൻ മോനൊരു ശൈലികേട്, ഒരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ആളുകളൊക്കെ നോക്കുമ്പോൾ എന്താ പറയുക, ഈ ഉമ്മയെ, മോൻ എന്താ ഇത്ര മോശം വസ്ത്രത്തിൽ, പഴയ വസ്ത്രത്തിൽ എന്ന് എൻ്റെ ഒരു സ്റ്റാൻഡേർഡിന് മോശമാണല്ലോ. അതുകൊണ്ട് ഉമ്മയുടെ വസിയ്യത്ത് കുഴപ്പമില്ല, തൽക്കാലം വസ്ത്രം മാറ്റാൻ പുതിയ വസ്ത്രം വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ട് അതിൽ കഫൻ ചെയ്തു. പിന്നെ സുബ്ഹാനല്ലാഹ്, പിന്നെയാണ് അത്ഭുതം നടക്കുന്നത്. ആ ഉമ്മയെ കബറടക്കിയ അന്നത്തെ ഫസ്റ്റ് നൈറ്റ്, ആദ്യ രാത്രിയിൽ തന്നെ ഈ പൊന്നുമോൻ മനാമിൽ, സ്വപ്നത്തിൽ ആ ഉമ്മാനെ കാണുകയാണ്. കണ്ടപാടെ ഉമ്മ വല്ലാത്ത വിഷമത്തിലാണ്. യാ ബുനയ്യ ലിമലം തഖുദു ബി വസിയ്യത്തി എന്നാണ്. പൊന്നുമോനെ, എൻ്റെ പൊരുത്തം എനിക്കില്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നിന്നെ കാണണ്ട. മരിച്ചുപോയി ഉമ്മയുടെ ആ വേദനയേറിയ നൊമ്പരത്തിൻ്റെ വാക്ക്. എന്താ മോനോട് ഇത്ര വെറുപ്പ് വന്നത്? എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വസിയ്യത്ത് നടപ്പാക്കാതിരുന്നത്? ഞാൻ ഇബാദത്ത് ചെയ്ത എൻ്റെ ആ മുബാറക്കായ വസ്ത്രം, പോരിശായ വസ്ത്രം, അതിൽ കഫൻ ചെയ്യാൻ ഞാൻ വസിയ്യത്ത് നൽകി. എന്തുകൊണ്ട് നീ സ്വീകരിച്ചില്ല? നീ അത് സ്വീകരിക്കാതെ എന്നെ പുതിയ വസ്ത്രത്തിൽ കഫൻ ചെയ്തുകൊണ്ട് എനിക്ക് നിന്നോട് പൊരുത്തല്ല, ഇഷ്ടമല്ല, നിന്നെ കാണണ്ട എന്നുള്ളത് എനിക്ക് സംസാരിച്ചു. അങ്ങനെ വന്നപ്പോൾ മോന് വല്ലാത്ത വേദനയായി. ചാടി എണീറ്റിട്ട് നേരെ പള്ളിക്കാട്ടിലേക്ക് പോയി ഖബർസ്ഥാനിൽ ഉമ്മയുടെ ഖബറ് മാറ്റി. ഉമ്മ ആവശ്യപ്പെട്ടതുപോലെ ഉമ്മയുടെ ആ പഴയ നിസ്കാരക്കുപ്പായം, അല്ലെങ്കിൽ ആ പഴയ വസ്ത്രം, ഇബാദത്തെടുത്ത പൂരിശുള്ള വസ്ത്രം, അത് കൊണ്ടുപോയി ഉമ്മാനെ പുതപ്പിക്കാം, ഉമ്മയെ ധരിപ്പിക്കാം എന്ന് കരുതി ഓടി ഖബറിന്റെ ചാരത്ത് പോയി ഖബറ് മാറ്റി, ഖബറിന്റെ മണ്ണ് മാറ്റി, മൂടുകല്ല് മാറ്റി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ്, അത്ഭുതപ്പെട്ടു പോയി. ആ ഉമ്മയെ ഫലം യജിദ്ഹാ ഫീ ഖബരിഹാ, ഉമ്മയെ ഖബറിൽ കാണാനില്ല, ഖബറ് കാലിയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര അത്ഭുതമാണ്! ഖബറിൽ ഉമ്മയെ കാണാനില്ല. വല്ലാത്ത വേദനയോടെ ഫബക്കാ ബുകാഅൻ ശദീദ, വല്ലാത്ത കരച്ചിൽ. അല്ലാഹുവേ, എൻ്റെ ഉമ്മയെ ഇന്ന് കൊണ്ടുപോയി ഖബറടക്കിയിട്ടുള്ളൂ, ഇന്ന് രാവിലെ ഖബറടക്കിയതാണ്, വൈകിട്ട് ഈ സമയമായപ്പോൾ കാണാനില്ല. അങ്ങനെ വേദനിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആകാശലോകത്ത് നിന്ന് ഒരു അനൗൺസ് വരുന്നത്. ഈ മകൻ കേൾക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു സംസാരം. അമാ അലിംത അന്നമൻ അല്ലമ ശഹ്റനാ റജബ് ലാ നത്രുകുഹു ഫിൽ ഖബ്രി വഹീദൻ ഫരീദാ. അല്ലയോ പൊന്നുമോനെ, നിനക്കറിയില്ലേ, റജബാകുന്ന പോരിശിയായ മാസത്തെ ഒരാൾ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ, അവർ മരിച്ച് ഖബറിൽ പോയാൽ
ലാ നത്രുകുഹു ഫിൽ ഖബരി വഹീദൻ ഫരീദ. ആരുമില്ലാത്ത 6 അടി മണ്ണിൽ പള്ളിക്കാട്ടിൽ അവരെ ഒറ്റക്ക് ഞാൻ ആക്കൂല. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട മഹാന്മാരായ മഹതികളായ സ്വർഗാവകാശികളായ ഉമ്മത്തിലേക്ക് അവരെ ഞാൻ കൊണ്ടുപോകും. അവരൊറ്റക്ക് കിടത്താനുള്ളതല്ല. കാരണം എൻ്റെ മാസമാകുന്ന അല്ലെങ്കിൽ നമ്മുടെ മാസമാകുന്ന റജബിനെ ആദരിച്ച ഉമ്മയാണ് എന്ന് മറുപടി പറഞ്ഞു എന്നുള്ള ആ ഒരു സംഭവം ഇമാം ഗസാലി തങ്ങൾക്ക് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ചൊക്കെ ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കർമ്മ ഏതായിരുന്നു? റജബ് മാസം വന്നാൽ റജബിനെ ആദരിക്കുന്നത് എങ്ങനെയാണ്? നിസ്കാരമൊക്കെ നോക്കും, അതോടൊപ്പം 12 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന ഒരു പതിവ് ആ ഉമ്മയ്ക്കുണ്ടായിരുന്നു എന്ന് ഇമാമുമാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 12 സൂറത്തുൽ ഇഖ്ലാസ് 12 തവണ ഈ കുഞ്ഞു സൂറത്ത് പാരായണം ചെയ്യുന്ന പതിവായിരുന്നു ആ ഉമ്മാക്കുണ്ടായിരുന്നത് എന്ന് ഇമാമാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ സൂറത്തിൻ്റെ പവർ എന്ന് ആലോചിച്ച് നോക്കി. ആ സൂറത്ത് ഏതാ? പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്. നമുക്കൊക്കെ മനപ്പാടുള്ള 3 വട്ടം ഓതിയാൽ ഖുർആൻ മുഴുവനും ഓതിയ കൂലി നമ്മുടെ റിക്കാർഡിലേക്ക് മലക്കൾ രേഖപ്പെടുത്തുന്ന സൂറത്താണ്. ഈ സൂറത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ സൂറത്ത് ഐശ്വര്യത്തിൻ്റെ സൂറത്താണ്. സാമ്പത്തിക ഞെരുക്കോ വരുമാന മാർഗത്തിൽ ടൈറ്റ് ഫിറ്റോ ആർക്ക് വന്നാലും അത്ഭുതകരമായി അതിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മെഡിസിനാണ്. നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറി വന്നിട്ട് വീടിൻ്റെ അകത്ത് വെച്ച് 3 സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്താൽ ആ ഓതുന്ന ആൾക്കും ആ ഫാമിലി വീട്ടുകാർക്കും അയൽപക്കക്കാർക്കും സാമ്പത്തിക ഞെരുക്കൊക്കെ മാറും. ജോലിയില്ലാത്തവർക്ക് ജോലിയാകും, മക്കൾക്ക് നല്ല ശമ്പളം ഉണ്ടാവും, നല്ല റാഹത്ത് കുടുംബത്തിൽ, എപ്പോഴും പോക്കറ്റ് കാലിയാകുന്ന അവസ്ഥ ഉണ്ടാവില്ല, വേറൊരാളോട് കടം വാങ്ങേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ ജീവിതത്തിൽ ഒരാളോടും കടം വാങ്ങേണ്ട, റാഹത്തായിട്ട് ജീവിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ പരിശുദ്ധമായ റജബ് മാസത്തിൽ പ്രത്യേകം ഒരു 12 തവണ സൂറത്ത് പാരായണം ചെയ്യും. കഴിയുന്നവരൊക്കെ ഒരു 100 തവണ കമന്റിൽ നിങ്ങൾ വരണം. എന്നിട്ട് ആർക്കൊക്കെ അത് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് പറയണം. ദിവസവും 100 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് പാരായണം ചെയ്യാം. 10 മിനിറ്റ് മതി. 10 തവണ പാരായണം ചെയ്യാൻ 1 മിനിറ്റ് മതി. അൽഹംദുലില്ലാ. അപ്പോൾ ഒരു 12ൽ കുറയാതെ പാരായണം ചെയ്യണം. കഴിയുമെങ്കിൽ 100. പ്രത്യേകിച്ച് ഒരു 3 വട്ടം വീടിൻ്റെ അകത്ത് വെച്ച് ഡെയിലി ഓതുന്ന പതിവ് ഉമ്മമാരുപ്പമാര് ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരാളോടും കൈനീട്ടാതെ നല്ല ഇസ്സത്തോടെ അഭിമാനത്തോടെ സാമ്പത്തിക ബറക്കത്തോടെ ജീവിക്കാൻ പറ്റും. പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ റജബിൽ നമ്മുടെ ലൈഫിൽ വല്ലാത്ത ഒരു അപ്ഡേഷൻ കയറി വരട്ടെ, ഒരു പുതിയ ജീവിതം കടന്നു വരട്ടെ. അള്ളാഹു സഹായിക്കട്ടെ. പരമാവധി നമ്മുടെ ക്ലാസ് എല്ലാവരും കേൾക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, പ്രത്യേകിച്ച് കമന്റുകൾ രേഖപ്പെടുത്തണം, ലൈക്ക് നിർബന്ധമായിട്ടുണ്ടാകണം. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ സഡൻ സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി ഈ ചാനലിൻ്റെ കുടുംബത്തിലേക്ക് എല്ലാവരും ചേരണം. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.